സീതാരാമഗുണഗ്രാമപുണ്യാരണ്യവിഹാരിണൗ വന്ദേ വിശുദ്ധവിജ്ഞാനൗ കവീശ്വരകവീശ്വരൗ. രാമനുവാസഗമനാദികളില്ല, ശോകകാമങ്ങളും ക്രിയയുമില്ല, ഉപേക്ഷയില്ല. ആനന്ദമൂർത്തി അജലൻ പരിണാമമറ്റോൻ, മായയ്ക്കധീനവനെന്നതു തോന്നൽ മാത്രം. കേകീകണ്ഠാഭനീരം സുരവരവിലസത് വിപ്രപാദാബ്ജചിഹ്നം, ശോഭാഢ്യം പീതവസ്ത്രം സരസിജനയനം സർവദാ സുപ്രസന്നം. പാണോ നാരാജചാപം കപിനികരയുതം ബന്ധുനാ സേവ്യമാനം, നൗമീഡ്യം ജാനകീശം രഘുവരമനിശം പുഷ്പകാരൂഢരാമം. രാമകഥാമൃതത്തിന്റെ 25-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമകഥാമൃതത്തിലൂടെ ഇന്നലെ കേട്ടത് ഭരതന് രാമൻ നൽകുന്ന ഭരണോപദേശങ്ങളായിരുന്നു. അവ തുടരുകയാണ്. സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കാനും അവ നടപ്പാക്കാനും അതിനെക്കുറിച്ച് പുറത്ത് പ്രഖ്യാപിക്കാനും പ്രഖ്യാപിക്കാതിരിക്കാനുമെല്ലാം ഭരണാധികാരികൾ പാലിക്കേണ്ട ചില ചിട്ടകളും ചട്ടങ്ങളുമുണ്ട്. അവയെ ഓർമ്മിപ്പിക്കാൻ രാമൻ മറക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ഭരത, മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കാതെ നീ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത്. അതേസമയം വളരെ പേരെ വിളിച്ചുകൂട്ടിയും തീരുമാനമെടുക്കാൻ ശ്രമിക്കരുത്. എടുത്ത തീരുമാനങ്ങൾ തെറ്റായ സമയത്ത് നാട്ടുകാർക്കിടയിൽ ചോർന്നു പോകാതെ ശ്രദ്ധിക്കണം. വളരെയധികം പേർ ചേർന്നെടുക്കുന്ന തീരുമാനം അങ്ങനെ ചോർന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് ധ്വനിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ നാട്ടുകാർ മുൻകൂട്ടി അറിയാതിരിക്കുകയാണ് നല്ലത്. കാര്യം ചെയ്തു കഴിഞ്ഞേ അവർ അറിയാവൂ. അല്ലെങ്കിൽ മുൻകൂട്ടി കാണാത്ത വിഘ്നങ്ങൾ ഉയർന്നു വന്നേക്കാം. ചെയ്യാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നടക്കുന്നുവെങ്കിൽ അതും അതിൻ്റെ മൂലവും അറിയാൻ കഴിയണം. മന്ത്രിമാരുടെ പ്രവൃത്തിയും പങ്കും പറഞ്ഞു കഴിഞ്ഞ് രാമൻ ദേശത്തിൻ്റെ സുരക്ഷ എന്ന വിഷയത്തിലേക്ക് തിരിയുന്നു. നയവും ന്യായവും എന്ന നിലയ്ക്ക് ഭരണമുഖ്യൻ ക്ഷാത്ര വിദ്യാപാരംഗതനെ ആദരിക്കണമെന്ന് രാമൻ അനുശാസിക്കുന്നു. ഭരത, അസ്ത്രങ്ങൾ തൊടുത്തുവിടാനും ശസ്ത്രങ്ങൾ പ്രയോഗിക്കാനും സമർത്ഥനും സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രവീണനുമായ ഉപാധ്യായ സുധന്വാവിനെ നീ വേണ്ട പോലെ ആദരിക്കുന്നുണ്ടാകുമല്ലോ. ഇവിടെ സുധന്വ എന്നത് വ്യക്തിയുടെ പേരോ പദവിയുടെ പേരോ എന്ന് വ്യക്തമല്ല. പ്രവർത്തനക്ഷമമായ ധനുസ് കാര്യക്ഷമമായി ഏൽക്കുന്നവൻ സുധന്വാവാണ്. രണ്ടായാലും പറയപ്പെട്ടവൻ ആദരണീയൻ തന്നെ. രാജ്യത്തിന്റെ പ്രതിരോധ വിഷയത്തെക്കുറിച്ച് രാമൻ തുടർന്ന് പറയുന്നു, സേനാപതിയെ നിയോഗിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിയോഗിക്കപ്പെടുന്നവൻ ആത്മവിശ്വാസം, ധൈര്യം, ശൗര്യം, ബുദ്ധി, സ്വഭാവശുദ്ധി, കുലീനത്വം, കൂറ്, മിടുക്ക്, ജാഗ്രത എന്നീ ഗുണങ്ങളുള്ളവനായിരിക്കണം. വിശേഷപ്പെട്ട സാമർഥ്യം പ്രകടിപ്പിക്കുന്ന സേനാപ്രമുഖന്മാരെ വിശേഷിച്ചും ആദരിക്കാൻ മറക്കരുത്. അവർ കാഴ്ചവെക്കുന്ന യുദ്ധകൗശലവും അനിതര വിക്രമവും വാഴ്ത്തപ്പെടണം. വേലയെടുക്കുന്നവന് കൂലി കിട്ടിയേ തീരൂ എന്നതാണ് ലോകനീതി. വയറ് കാണുന്നവന്റെ തലയ്ക്കുള്ളിൽ വേദാന്തം കയറൂല്ല എന്നത് ലോകോക്തി. ഈ പച്ച പരമാർത്ഥം മനസ്സിലാക്കിയ വ്യാവഹാരികനായിരുന്നു ശ്രീരാമൻ. അദ്ദേഹം അനുജനോട് അന്വേഷിക്കുന്നു, ഭരത, സൈനികർക്കോ മറ്റുള്ളവർക്കോ യഥാസമയം ശമ്പളം കൊടുക്കാറില്ലേ? അതിൽ താമസം വരാറില്ലല്ലോ. സൈന്യത്തെ സംഘടിപ്പിക്കുകയും നിലനിർത്തുകയും സേനാധിപതിയെ നിശ്ചയിക്കുകയും ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് രാജദൂതനെ നിശ്ചയിക്കുക എന്നുള്ളത്. ചെന്നെത്തിയ രാജ്യത്തിൽ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം കാത്തുരക്ഷിക്കുന്നവനായിരിക്കണം അയാൾ. രാമന്റെ അഭിപ്രായത്തിൽ രാജദൂതൻ തദ്ദേശീയനായിരിക്കണം, പരദേശി ആയിരിക്കരുത്. വിദ്വാനും കർമ്മകുശലനും പ്രതിഭാശാലിയുമായിരിക്കണം.
കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നവനായിരിക്കണം, വിവേകമതിയും ആയിരിക്കണം. ചാരന്മാരാണ് ഭരണാധിപന്റെ കണ്ണുകൾ എന്ന് പറയുന്നു. ആ കണ്ണുകളെത്താത്ത മേഖല രാജ്യത്തിന്റെ അകത്തും പുറത്തും ഉണ്ടാകരുത്. അവരിൽ കൂടിയാണ് ഭരണകൂടത്തിന്റെ മുറിക്കുള്ളിൽ ഇരിക്കുന്നവർ പുറത്തെ ഗതിവിഗതികൾ അറിയുന്നത്. ഇക്കാര്യം നല്ലതുപോലെ മനസ്സിലാക്കി ശ്രീരാമൻ രാജനീതിയുടെ അന്നത്തെ സാങ്കേതിക ഭാഷയിൽ ഭരതനോട് പറഞ്ഞു: ഭരത, ശത്രുപക്ഷത്തെ 18 കൂട്ടരുടെയും സ്വപക്ഷത്തെ 15 കൂട്ടരുടെയും നടപടികൾ ചാരന്മാർ വഴി നീ മുറയ്ക്ക് അറിഞ്ഞുകൊണ്ടിരിക്കണം. ദേശരക്ഷയ്ക്ക് അത് അത്യാവശ്യമാണ്. ആരാണ് ശത്രുപക്ഷത്തെ 18 കൂട്ടർ? സ്വപക്ഷത്തെ 15 കൂട്ടർ ആരൊക്കെ? ശത്രുപക്ഷത്തെ 18 കൂട്ടർ മന്ത്രിമാർ, പുരോഹിതർ, യുവരാജാവ്, സേനാപതി, ദ്വാരപാലൻ, അന്തഃപുര കാര്യസ്ഥൻ, കാരാഗൃഹാധിപൻ അഥവാ ജയിലർ, ഖജനാവുകാരൻ, രാജാവിന്റെ സന്ദേശവാഹകൻ, ന്യായാധിപൻ, ധർമാചാര്യൻ, ഗ്രാമമുഖ്യൻ, പട്ടാളക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യുന്നവൻ, ശമ്പളം കൈപ്പറ്റുന്നവൻ, നഗരരക്ഷകർ, പോലീസുകാർ, അതിർത്തി കാവൽക്കാർ, ശിക്ഷ നടപ്പാക്കുന്നവർ, പുഴ, മല, കാട്, കോട്ട എന്നിവയുടെ കാവൽക്കാർ. ഈ പറഞ്ഞ 18 പേരിൽ മന്ത്രിയും യുവരാജാവും പുരോഹിതനും ഒഴികെ ബാക്കിയുള്ളവരാണ് സ്വപക്ഷത്തെ 15 കൂട്ടർ. ഇവർക്ക് ചുറ്റും രാപ്പകൽ ചാരന്മാരുടെ കാകദൃഷ്ടി ചരിച്ചുകൊണ്ടിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. നീതിയും ന്യായവും നടപ്പാക്കുമ്പോൾ കുറ്റത്തിന് ഒത്തതായിരിക്കണം ശിക്ഷ. ശിക്ഷ അതിര് കടന്ന് കഠോരമായാൽ ജനങ്ങൾ ബന്ധപ്പെട്ട മന്ത്രിയെ അംഗീകരിക്കുകയില്ല. നിർദോഷിയായ ഒരു ശുദ്ധാത്മാവിനെ അനവധാനത കാരണം അബദ്ധവശാൽ ഒരിക്കൽ പോലും ശിക്ഷിക്കാൻ ഇടവരരുത്. അതുപോലെ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട കള്ളനെ അഴിമതി കാരണം വെറുതെ വിടാനും ഇടവരരുത്. വ്യവഹാരം ധനികനും ദരിദ്രനും തമ്മിലാകുമ്പോൾ പണ്ഡിതന്മാരായ ന്യായാധിപന്മാർ ധനത്തിന്റെ പിന്നാലെ പോയിട്ട് ദരിദ്രന് നീതി നിഷേധിക്കപ്പെടാൻ ഇടയാകരുത്. ഭരത, വിശേഷിച്ചും ശ്രദ്ധിക്കുക. വ്യാജ വ്യവഹാരത്തിന്റെ ഫലമായി ശിക്ഷിക്കപ്പെടുന്ന നിരപരാധികളുടെ കണ്ണീർ വീഴുന്ന രാജ്യത്തിൽ രാജാവിന്റെ സന്തതിയും സമ്പത്തും മുടിഞ്ഞുപോകും. ഇതെല്ലാമാണ് കച്ചിത് സർഗമെന്നറിയപ്പെടുന്ന അയോധ്യാകാന്ഡത്തിലെ 100-ാം സർഗത്തിൽ ജ്യേഷ്ഠനായ രാമൻ അനുജനായ ഭരതനോട് ഉപദേശിക്കുന്നതിൻ്റെ ചെറിയ ഒരു രൂപം. ചിത്രകൂടത്തിൽ വെച്ച് പരസ്പരം കണ്ടപ്പോൾ രണ്ടുപേരുടെയും നിലപാടും പിടിവാശിയും താൻ ഭരിക്കാനില്ലെന്നും മറ്റേയാൾ ഭരണം ഏറ്റെടുക്കണമെന്നുമായിരുന്നു. എന്നാൽ ഈ വിചിത്രവാദത്തിനും അതീതമായി രണ്ടുപേർക്കും മാതൃഭൂമിയായ അയോധ്യയിൽ മാതൃകാഭരണം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ നിന്ന് വളരെ അകലെ കാട്ടിൽ വെച്ചാണെങ്കിലും കണ്ടയുടനെ മൂത്ത രാജകുമാരൻ ഇളയ രാജകുമാരനോട് അല്ലെങ്കിൽ അധികാരമുക്തൻ അധികാര നിയുക്തനോട് രാജനീതിയുടെ നിർദ്ദേശങ്ങൾ നിരത്തിവെക്കുന്നത്. വാൽമീകിയുടെ ഈ സർഗം വാസ്തവത്തിൽ ധർമ്മരാജ്യം പടുത്തുയർത്താനുള്ള ശ്രീരാമന്റെ ഭാവികാര്യ പദ്ധതിയുടെ കാലേക്കൂട്ടിയുള്ള മാർഗരേഖയാണെന്ന് പറയാം. കുശാഗ്രബുദ്ധിയും കർമ്മകുശലനുമായ ശ്രീരാമൻ അതിൽ ഭരണമുഖ്യന്റെ ജീവിതവും സ്വഭാവവും പെരുമാറ്റവും എങ്ങനെ വേണമെന്ന് പറയുന്നു. മന്ത്രിമാരുടെ ചയന നിയമങ്ങളെക്കുറിച്ചും പാലിക്കേണ്ട പഥ്യങ്ങളെ പറ്റിയും പറയുന്നു. ദേശരക്ഷയ്ക്ക് വേണ്ടിയുള്ള സൈന്യരചനയെക്കുറിച്ച് പറയുന്നു. നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നു. ദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുദൃഢമാക്കാൻ കൈക്കൊള്ളേണ്ട നടപടികളെ കുറിച്ച് പറയുന്നു. ദേശസഞ്ചാലനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ അനിവാര്യമായ വിശാല ചാരവലയത്തെക്കുറിച്ച് പറയുന്നു. കോഴയ്ക്കും അഴിമതിക്കും വഴങ്ങാതെ കറപുരളാത സത്വസംശുദ്ധിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ച് പറയുന്നു. വിദേശങ്ങളിൽ നിപുണരായ രാജദൂതരെ നിശ്ചയിക്കുന്നതിനെ പറ്റി പറയുന്നു. അക്കാലത്ത് ഭാരതവർഷത്തിൽ രാഷ്ട്രമീമാംസ എത്ര കണ്ട് വികസിച്ചിരുന്നു എന്നതിൻ്റെ ചിത്രമാണ് വാൽമീകിയുടെ ഈ രാമ ഭരത സംവാദ സർഗം. ഇതേ ചുവട് പിടിച്ചാണ് ഭാരതീയ രാജനീതി പിൽക്കാലത്ത് കൂടുതൽ വികസിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീടുണ്ടായ മഹാഭാരതവും സ്മൃതികളും സാഹിത്യകൃതികളും ശുക്രചാണക്യാദികളുടെ രാജനീതി ഗ്രന്ഥങ്ങളും അതിന് സാക്ഷ്യം വഹിക്കുന്നു. എന്നാൽ ഒരു കാര്യം മറന്നുകൂടാ, രാമൻ ഉപദേശിക്കുന്ന രാജനീതി അയോധ്യ പ്രാന്തങ്ങളിൽ വികസിച്ച രാജനീതി ക്രമമായിരുന്നു എന്ന് പറയാം.
വാൽമീകിയുടെ കൃതി മുഴുക്കെ സൂക്ഷ്മമായി വായിക്കുമ്പോൾ ലളിതമായി മനസ്സിലാകുന്ന ഒരു പരമാർത്ഥമുണ്ട്. മിഥിലയിലെയും കിഷ്കിന്ധയിലെയും ലങ്കയിലെയും രാജനീതിക്ക് അയോധ്യയിലെ രാജനീതിയോളം വികാസമില്ലായിരുന്നു. ഇതിൽ 2ാം സ്ഥാനത്തായിരുന്നു ലങ്ക. വിവരങ്ങൾ വിരളമാണെങ്കിലും മിഥില ലങ്കയ്ക്കു പിന്നിലായിരുന്നു എന്ന് വേണം കരുതാൻ. കിഷ്കിന്ധയാകട്ടെ നിശ്ചയമായും അപ്രകാരമായിരുന്നു. ഈ ദിശയിൽ വസ്തുനിഷ്ഠമായ പഠനം ഇനിയും ആവശ്യമാണെന്ന് തോന്നുന്നു. ജിജ്ഞാസുക്കളെല്ലാം അതിന് മുന്നോട്ടിറങ്ങി നിഗമനങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചാൽ താദൃശ വിഷയത്തിലെ പരിജ്ഞാനം കൂടുതൽ സമ്പന്നമാകുമെന്നതിൽ സംശയമില്ല. ഇനിയൊരു പ്രാധാന്യം കൂടി രാമന്റെ മാർഗരേഖയ്ക്കുണ്ട്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും അത് പ്രസക്തമാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പത്തെ അയോധ്യ എന്ന രഘുകുല രാജ്യം ഇന്ന് ഭൂപടത്തിലില്ല. അന്നത്തെ രാജഭരണ വ്യവസ്ഥയും പോയി. ഇന്നുള്ളത് ഭാരതമെന്ന മഹാരാജ്യവും കേരളം പോലെയുള്ള പ്രവിശ്യകളുമാണ്. രാജാവിന്റെ സ്ഥാനത്ത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമാണ്. എന്നാൽ മാറിയ പുറംചട്ടയ്ക്കുള്ളിൽ ഭൂപ്രദേശവും ഭരണാധികാരിയും ജനവും രൂപവ്യത്യാസത്തോട് മാറാതെ തുടരുന്നു. മനുഷ്യപ്രകൃതം അതേപടി തുടരുന്നത് കൊണ്ട് രാമൻ ഭരതന്റെ മുമ്പിൽ ഉന്നയിച്ച പ്രശ്നാവലിയും അതേപോലെ കാലഹരണപ്പെടാതെ തുടരുന്നു. കഥാസ്ഥാനത്തിനും കഥാപാത്രത്തിനും വ്യത്യാസമുണ്ടെങ്കിലും കഥയ്ക്ക് വ്യത്യാസമില്ല. അന്ന് രാമന്റെ മുന്നിൽ ഇരുന്നു കൊടുത്തത് ഭരതനാണെങ്കിൽ ഇന്ന് ചോദ്യകർത്താവിന്റെ മുന്നിൽ ഇരുന്നു കൊടുക്കേണ്ടത് ഇന്നത്തെ ഭരണവർഗമാണ്. അന്ന് ഭരണകൂടത്തിന് നിയുക്തനായ സഹോദരനോട് കർത്തവ്യബോധത്തോടെ കാര്യങ്ങൾ വിശദീകരിച്ച് ഭരണത്തിൽ നിന്ന് വിമുക്തനാക്കപ്പെട്ട സഹോദരൻ വനം പൂകി. എന്നാൽ ഇന്ന് പ്രബുദ്ധജനം പ്രതീക്ഷാപൂർവം ഭരണവർഗത്തെ ഉറ്റുനോക്കിക്കൊണ്ട് അവർക്കിടയിൽ തന്നെ താമസിക്കുന്നു. ഭരണവർഗത്തിന് കൃത്യനിഷ്ഠനായ ഭരതന്റെയും ജനങ്ങൾക്ക് കർത്തവ്യനിഷ്ഠനായ രാമന്റെയും ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മഹാരാജ്യം അയോധ്യ കീഴടക്കാൻ കഴിയാത്തത് എന്ന അർത്ഥത്തോടുകൂടി രാമരാജ്യമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാമന്റെ ഭരതനുള്ള ഭരണോപദേശം ഇവിടെ അവസാനിക്കുന്നു. ബാക്കി ചിന്തകളുമായി നാളെ രാമകഥാമതത്തിലൂടെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം.